ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ സ്കൂള് വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ലാസ്റ്റ് മുതൽ അങ്ങോട്ടേക്ക് ഏകദേശം 140 വീടുകൾ, അതിലെത്ര ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് കണക്ക് അതിൻ്റെ പറയേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ ഇന്നലെ ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് വൈത്തിരിയിൽ നിന്നൊരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞത് അയാളുടെ മകളും മരുമോനും മക്കളും 4 പേര്, അവരെ കൂടെ ഇവർക്ക് ഇവിടെ ചുരൽമലയിൽ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അവരെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഭാര്യയുടെ, ഈ മുനീർ എന്ന് പറയുന്ന ആളുടെ ഭാര്യയുടെ ഉപ്പയും ഉമ്മയും വന്നിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ട് കേൾക്കുന്നുണ്ട്. ഇനി അവർ നമ്മൾ ജീവനോടെ പുറത്ത് കാണുമ്പോഴാണ് അവരവിടെ ഇല്ലായിരുന്നു എന്ന് സ്ഥിരീകരിക്കേണ്ട ഒരു സ്ഥിതി. എൻ്റെ പെങ്ങളെ മകന്, പെങ്ങളെ ഭർത്താവ്, ജ്യേഷ്ഠൻ്റെ ഭാര്യ, ജ്യേഷ്ഠൻ്റെ മകൻ, ഈ 4 ആൾ നഷ്ടപ്പെട്ട ആളാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ പലതും രക്ഷാപ്രവർത്തനം നടത്തി കഴിയുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷ അവരെല്ലാം ഏതെങ്കിലും കുന്നിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഓടി കയറിയിട്ടുണ്ടാവാം. അങ്ങനെ മലൻ്റെ മുകളിലും രാത്രി സമയങ്ങളിൽ വെളിച്ചം കാണുമ്പോൾ നമ്മൾ എത്താവുന്ന സജ്ജീകരണങ്ങൾ, നമ്മുടെ കയ്യിലാകുള്ളതൊരു ടോർച്ച് അല്ലെങ്കിൽ 2 വടിക്കഷ്ണം, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് പോലും ഞങ്ങൾ മദ്രസിൻ്റെ, ഞങ്ങൾ ചുരൽമല ടൗണിലൊരു പള്ളിയുണ്ട്, അവിടെ നിന്ന് ഒരു ഡെസ്ക് എടുത്തിട്ട് ചവിട്ടി പൊട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള പലകയാണ്. അവിടെ നിന്നും പിന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർക്കൊക്കെ അറിയാം, ഞാൻ ചുരൽമല സ്കൂളിൽ മുണ്ടക്കയിൽ നിന്നും ട്രൈബൽസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തലേന്നൊരു 15-16 പേരെ ഫാമിലി അടക്കം അവരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഫാമിലി താമസിച്ചത് സ്കൂളിലാണ്. അന്നും നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇവരെ കൊണ്ടുവന്നത് ഒരു പുഴൻ്റെ വക്കത്തു നിന്നാണ്, പക്ഷെ നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ഒരു കടലിൻ്റെ വക്കത്താണ്. എന്തും ഏതും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു സ്ഥലം. പക്ഷേ അവർക്കൊക്കെ ദൈവം ആയസിൻ്റെ ബലം കൊടുത്തത് കൊണ്ട് മാത്രം അവർ ഓടി ഒരു മലൻ്റെ മുകളിൽ കയറി അവർ തിരിച്ചിറങ്ങുന്നത് ഞങ്ങളെ പള്ളിയുടെ മുമ്പിലാണ്. അവരെ രാത്രി 2 മണിക്ക് ഞങ്ങൾ പിന്നെ അവരെ വെള്ളം ചെറിയൊരു തോടുണ്ട്, അവിടെ നിറഞ്ഞത് കൊണ്ട് അതിനെ കിടക്കാൻ പറ്റാത്തതുകൊണ്ട് പലക ഇട്ടിട്ട് നമ്മളെ പ്രദേശത്തുള്ള പല ആളുകളും ഈ പുഴവക്കത്ത് നിന്നും വീടുകൾ, ഈ കടകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അടുത്തടുത്ത്, കടകളിലേക്ക് താമസം മാറിയ ആളുകളുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെട്ടു പോയി. ഷംസാദ് മരക്കാർക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ ഏകദേശം 50-60 ആളുകൾ ജീവനോടെ, ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടാതെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളെ ജീവൻ പണയം വെച്ചിട്ട്, ഞങ്ങളെ ഉറ്റവരും ഉടയവരും ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും എടുത്ത്, ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞു നേരത്തെ മാമിത്താന്ന്, ആ ഇത്താൻ്റെ ഒരു മോള് 3 മാസം പ്രായമുള്ള ഒരു ചെറിയ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിട്ട് ഒരു വീടിൻ്റെ അപ്സ്റ്റെയറിൽ നിൽക്കുകയാണ്. ആ കുട്ടി ഉമ്മയും വല്യുമ്മയും മകനും നഷ്ടപ്പെട്ടു എന്നറിയാം, എങ്കിൽ കൂടി കയ്യിലുള്ള കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള വീട് അടിയിൽ ഏകദേശം 2 റൂമോളം ഫില്ലറുകളെല്ലാം മരയിടിച്ച് കൊണ്ടുപോയി. ബാക്കിയൊരു പീസാണ്, ഒരു മൂല. നിങ്ങളുണ്ടെങ്കിൽ അവിടെയുള്ള നാട്ടുകാരോട് നാളെ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് അലിഖാൻ്റെ വീട് ഏതാണെന്ന് ചോദിച്ചാൽ കാണിച്ചത് അതിൻ്റെ കോണിക്കൂടിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് ഇങ്ങനെ പുറത്തേക്ക് ചായച്ച് വെച്ചൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, നനഞ്ഞ് കുളിച്ച് നിൽക്കുന്ന സാഹചര്യം ഉണ്ട്. അവിടെയും രക്ഷാപ്രവർത്തനം നടത്തിയത് നാട്ടുകാരാണ്. ഞങ്ങൾക്കിതിൽ ഈ രക്ഷാപ്രവർത്തകരോട് ഇത് ഏകോപിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട മിനിസ്റ്ററോടും കേരള സർക്കാരിനോടും ഞങ്ങൾക്ക് ദയവ് ചെയ്തിട്ട് പറയാനുള്ള ഒരൊറ്റ റിക്വസ്റ്റാണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഒരു 3-4 ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ട് എല്ലാ മേഖലകളിലും പ്രദേശവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ തെരച്ചിൽ ഊർജിതമാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്ന് ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും മക്കളും നഷ്ടപ്പെട്ട് എവിടെയാണ് എന്താണ് എന്ന് അറിയാത്ത ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് നമ്മളെ സ്ഥലം കാണിച്ചു കൊടുക്കേണ്ടത് തിരയണമെങ്കിൽ. ഇന്ന് ഞാൻ പോകുമ്പോൾ ഒരാൾ പോലും ഇല്ലാത്ത അതിൽ ആ 2 ജീവൻ രക്ഷിച്ചതാ ഞങ്ങൾ. ഫസ്റ്റ് 1ാമത്തെ പൊട്ടിയ ശേഷം അവിടുന്ന് രക്ഷിച്ച ആളുകളുടെ വീട് NDRFിൻ്റെ ആളുകൾ പൊളിക്കുകയാണ്. ടെറസിട്ട വീട്, അതിൽ പല രേഖകളുണ്ടാവാം, പല ഓർണമെന്റ്സ് ഉണ്ടാവാം, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതിൽ പകുതി വെള്ളേ കയറിയിട്ടുള്ളൂ. പക്ഷെ അവരോട് രക്ഷപ്പെട്ട ആളുകളാണ്. സ്കൂളിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണാം, ഒരു പോർച്ചിലേക്ക് ജീപ്പ് കയറ്റി വെച്ച പോലെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഒരു ജീപ്പ് കയറി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. എൻ്റെ സുഹൃത്താണ് സുദർശൻ എന്ന് പറയും. ആ വീട് പൊളിക്കാൻ നിൽക്കുക. അപ്പോൾ ഞാൻ സാർ ഇത് എന്തിനാ പൊളിക്കുന്നത് വെച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബോഡി ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഇതിൻ്റെ ഉള്ളിൽ ബോഡി ഇല്ല, ഇത് ജീവനോട് രക്ഷിച്ച ആളുകളാണ്, നിങ്ങൾ അവിടെ തിരയണ്ട എന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ വീട് കാണിച്ചു കൊടുത്തു. ഇവിടെ 3 ബോഡി ഉണ്ട് എന്ന് പറഞ്ഞു. അവരവിടെ തിരഞ്ഞു. 10 മിനിറ്റിനുള്ളിൽ ഒരു തകര ഷീറ്റ് ഇങ്ങനെ മാറ്റുന്നതിൻ്റെ അടിയിലാണ് ബോഡി ഉള്ളത്. അവരെടുക്കുമ്പോൾ ഞാൻ ദൃക്സാക്ഷിയാണ്, പക്ഷേ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ മാനസികാവസ്ഥ അതല്ല.
പക്ഷേ അത്രയും ദുഷ്കരമായ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോട് അതിലേറെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, അവിടെ വരുന്ന മാധ്യമപ്രവർത്തകർ, പല സന്നദ്ധ സംഘടനകൾ, റെസ്ക്യൂ, ഫയർ ആൻഡ് റെസ്ക്യൂ ഉണ്ട്, വിവിധ സന്നദ്ധ സംഘടനകൾ, പല കോലത്തിൽ വരുന്ന രക്ഷാപ്രവർത്തകർ, നമ്മൾ ബാക്കിയുള്ള ഫോട്ടോസ് എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യാനോ ആയുധങ്ങളുമായിട്ട് വരേണ്ട സ്ഥലമാണ്. ഇപ്പം ബഹുമാനപ്പെട്ട മുൻ MLA നേരത്തെ പറഞ്ഞു വില്ലേജ് ഓഫീസിൻ്റെ അവിടെ മരം തള്ളി നിൽക്കുന്നുണ്ടെന്ന്. ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു അതിൻ്റെ ഉള്ളിൽ ഇനിയും ബോഡികളുണ്ട് എന്ന്. കാരണം ഏകദേശം 500 ആളുകൾ ഞങ്ങൾ കാഴ്ചപ്പാടിൽ അതിൻ്റെ ഉള്ളിൽ നിന്നും ജീവൻ നഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു അതിൽ 500 ആളുകൾ അടുത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന്. കാരണം മരണത്തെ മുഖാമുഖം എൻ്റെ തൊട്ട വീട്ടിൽ ഞങ്ങളൊരു കുടുംബം പോലെ കഴിയുന്ന ഒരു സുഹൃത്തുണ്ട്, ലെനിമോനും സുദർശേട്ടനും. അവർ ഒരു ഫാമിലിയാണ്. അവർ വെള്ളം കയറിയ സമയത്ത് അവർ വിളിച്ചു. അവർ ഒരു മകളും മരുമോളും അമ്മയും പേരക്കുട്ടിയും വീട്ടിൽ നിന്ന് കയറി. പക്ഷെ അവർക്ക് നായയെ കഴിച്ചുവിടാൻ വേണ്ടി അവരുടെ സമയമാണത്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ആ സമയത്ത് നായയെ കഴിച്ചുവിടാൻ താഴോട്ട് ഇറങ്ങിയതാണ്. അവർ രണ്ടുപേരെ ഇന്നും കിട്ടിയിട്ടില്ല. ഇന്ന് ഈ സമയം വരെ ഒരു രക്ഷാപ്രവർത്തനത്തിനുള്ള ആളുകളെത്തി. പക്ഷെ അവിടെ എന്തില്ല, സജ്ജീകരണങ്ങളില്ല എന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എൻ്റെ വീട്ടിൽ ഞാൻ വൈകുന്നേരം പോകുന്ന സമയത്ത് അവിടെ കാണുന്നത് ഒരു കുഞ്ഞ് ഇറ്റാച്ചി, ഒരു പിക്കപ്പിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഇറ്റാച്ചി കൊണ്ടുവന്നിട്ട് ആ വീട് മാന്തണം. ആ വീട് മാന്താൻ വന്ന ഇറ്റാച്ചിൻ്റെ ഡ്രൈവർക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ല. കാരണം ആ വീട് അടുത്ത് നിന്ന് മാന്താൻ കഴിയില്ല, അതിൻ്റെ എല്ലാ ഭാഗവും പൊട്ടിക്കിടക്കുകയാണ്. അപ്പോൾ വലിയ ഇറ്റാച്ചി ഇറക്കണം. അത് നമ്മൾ പറഞ്ഞു, അവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വൈകുന്നേര സമയങ്ങളെത്തി.